ഞാൻ വോളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്തൊരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. ഈ ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ഈ ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ ഈ കളറുള്ള നൂലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. അത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ഇല്ലേ, അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഉണ്ടോ? 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷ്യായി. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പ് അല്ലേ, 2 ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷ്യ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയിനുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അല്ലേ, അപ്പോൾ അതേമാതിരി വന്നു. ഇതേമാതിരി 3, 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ ഇത് വന്നു. ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ ഓരോ ബോക്സ് ഉണ്ടാക്കണം. ആ ബോക്സ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നിന്ന് വേണം ചെയ്യണമെങ്കിൽ. അതാ ആദ്യം 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇടുന്ന സമയത്ത് ഒരു ഡബിൾ ക്രോഷ്യ ആകുമല്ലോ. വീണ്ടും 2 ചെയിൻ, ഒരു ചെയിൻ ഇട്ടാൽ മതി. ഒരു ചെയിൻ ഇട്ടിട്ട് ഒന്ന് ഒഴിവാക്കുക, ചെയിൻ ഒഴിവാക്കി അടുത്ത മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. കണ്ടോ? അതേമാതിരി വരും. വീണ്ടും 2 ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി അപ്പോൾ റൗണ്ടിൽ ഓരോ ബോക്സ് മാതിരി ചെയ്തെടുത്ത് 2 ചെയിൻ ഇടണം ഇവിടെ, എന്നാലേ ഇത് റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. ഇതേമാതിരി ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ ഇതേമാതിരി ഈ റൗണ്ടിൽ ചെയ്തെടുത്ത് ഇതുവരെ കൊണ്ടുവരണം.
അതുവരെ ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഈ ബോക്സ് ഉണ്ടാക്കി വെച്ചു. ഇനി അടുത്ത് ചെയ്യുന്ന എഴുതാം. ഇതിൻ്റെ മുകളിൽ തന്നെ ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ചെയിൻ ഇട്ടാൽ മതി, അപ്പോൾ ഡബിൾ ക്രോഷ്യ ആകും. ഒരു ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. പിന്നെ ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇട്ടു. ചെയിൻ ഇട്ടിട്ട് ഈ ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത മാതിരി തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അത് അതേമാതിരി വന്നു. അടുത്ത ചെയ്യുന്ന ഇതേമാതിരി തന്നെ 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഒരു ബോക്സ് ഒഴിവാക്കുക. ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഒന്നും കൂടെ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുത്ത് ഉണ്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ 4 ഡബിൾ ക്രോഷ്യകൾ വന്നിട്ടുണ്ട്. 4 ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇത് ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ ഒന്നും കൂടി ചെയ്ത് 4 എണ്ണം ചെയ്ത് 4 ഡബിൾ ക്രോഷ്യ. പിന്നെ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇടുക. പിന്നെ വീണ്ടും ഇതേമാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 1 2 ഇതേമാതിരി വന്നു. പിന്നെ അടുത്ത ഒരു ബോക്സ് ഒഴിവാക്കുക. 2 ചെയിൻ ഉണ്ട് അവിടെ. അതേമാതിരി തന്നെ 2 ചെയിൻ ഇട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ വെച്ച് ഒരു ബോക്സ് ഒഴിവാക്കി ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചാൽ ആ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വരും. ഇവിടെ ചെയ്തെടുക്കുക. ഇതേമാതിരി തന്നെ ഇവിടെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ. ഇതവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ഇവിടെ ചെയ്തെടുക്കും ഉണ്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അപ്പോൾ അത് അതേമാതിരി വന്ന് ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെ വന്ന് കിട്ടുന്നത്. ഇനി അടുത്ത 3 ചെയിനുണ്ട്. 3 ചെയിനുണ്ട്. ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
പിന്നെ 3 ചെയിൻ ഇട്ടിട്ട് ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതേമാതിരി ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ ക്രോഷേ, അപ്പോൾ 3 എണ്ണമായി. 4 ഡബിൾ ക്രോഷേ. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ഇത് ഒഴിവാക്കിയിട്ടുണ്ട് വെച്ചാൽ ഇത് അവിടെ 3 എണ്ണം ഉണ്ട്. 3 ഡബിൾ ക്രോഷകളാണ് ഇവിടെ ചെയ്ത് വെച്ചത്. 1 2 3. അപ്പോൾ 3 ബോക്സ് ഇവിടെ അതേമാതിരി തന്നെ വന്നുകൊണ്ട് 2 ബോക്സ്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഈ അടുത്തതിൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് 2 ചെയിൻ ഇട്ടിട്ട് ഒരു ബോക്സ് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 8 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ചെയ്തെടുത്തില്ലേ, അതേമാതിരി തന്നെ ഈ റൗണ്ടിനുള്ളിൽ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി 4 ഡബിൾ ക്രോഷേ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരണം. ഇതുവരെ തയ്ച്ചെടുത്ത സമയത്ത് ഈ നെക്ക് കാണാൻ അതേമാതിരി ഉണ്ടാവും. അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നോക്കുക എങ്ങനെയാണ്. ഇതുവരെ ഞാനത് ചെയ്ത് ജോയിൻ്റ് ആക്കി വെച്ചു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഇതിൻ്റെ അകത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വരെ നമുക്ക് ഇത് കൊണ്ടുവരാം. ഒരു സ്മോൾ ഡബിൾ ക്രോഷേ ഇട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ അതൊരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇവിടെ വരെ വന്നിരി. ഇനി ഇവിടെ നമുക്ക് 4 ഇതെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷേ. ഇവിടെ 3 ഡബിൾ ക്രോഷേ ചെയ്തു. 3 ഡബിൾ ക്രോഷേ. ഈ വക്കത്ത് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതേമാതിരി വരും. ഇനി അടുത്ത ചെയ്യുന്ന സമയത്ത് അടുത്ത അതേമാതിരി തന്നെ 3 ചെയിൻ ഇടുക. 2 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ടില്ല. ഈ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ. പിന്നെ ഈ അറ്റത്ത് ചെയ്ത് വെച്ചതുണ്ടല്ലോ, അവളൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇതേമാതിരി വന്നു. ഇതിൻ്റെ അകത്ത് 3 ചെയിനിടുക. 1 2 3 ചെയിനിട്ട് 3 ചെയിനിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡബിൾ ക്രോഷേ അല്ലേ, ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇതേമാതിരി പിന്നെ വീണ്ടും ഒരു ചെയിനിടുക. ഒരു ചെയിൻ ഇട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിടുക. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് 4 എണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഒരു ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, ഒരു ചെയിനിടുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതവിടെ ഉള്ള ഈ ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. വീണ്ടും ഒരു ചെയിനിടുക. വീണ്ടും ഒരു ചെയിൻ ഇട്ടിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി വരും. ഇനി അടുത്ത ഒരു ചെയിനിടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഡബിൾ ക്രോഷകൾ വീതം ചെയ്തെടുക്കുക.
അതേമാതിരി ഒന്നുകൊണ്ട് ഈ 3 ചെയിനുണ്ട്, 3 ചെയിൻ ഇട്ടിട്ട് ഈ ബോക്സ് ഒഴിവാക്കുക. എന്നിട്ട് ഈ 4 ഡബിൾ ക്രോഷയിൽ ഈ ഒരു ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഈ ഒന്നും കൂടെ ചെയ്യണം, 2 ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ അവിടെ അത് അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്, കണ്ടോ? ഇത് ഇതേമാതിരി ഉണ്ട്. ഇനി അവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അതേമാതിരി തന്നെ ചെയ്തെടുത്ത് കൊണ്ടുവരിക. റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്ത് കൊണ്ടുവരണം. അതുവരെ ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഓരോ ഇതായിട്ട് ചെയ്ത് ഇങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ അതേമാതിരി ഉണ്ടാവും കാണാൻ, ഉണ്ടോ? പിന്നെ ഇവിടെ അത് അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തത് അതുവരെ ചെയ്തെടുത്തുകൊണ്ട് ഈ ഇവിടെ നിന്ന് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുവരെ കൊണ്ടുവരണം. അതിങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടാണ് കൊണ്ടത്. അങ്ങനെ ഇവിടെ എത്തി. ഇനി ഇവിടെ എത്തിയിട്ട് ഇതാ ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ഉണ്ട്, പിന്നെ 2 ചെയിനും കൂടി ഇടുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ. ഇവിടെ എന്താ ഇപ്പോൾ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആയില്ല, ഇവിടെ 2 ഡബിൾ ക്രോഷയും കൂടി ചെയ്തെടുക്കുക. ഇതെടുത്തിട്ട് ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് ഇപ്പോൾ അതവിടെ 4 ഡബിൾ ഇവിടെ ഇതേമാതിരി വന്നുകൊണ്ട് ഈ ഒരു ഇത് വന്നു. അടുത്ത ചെയ്യുന്നത് അടുത്തതാ വീണ്ടും ഇതേമാതിരി തന്നെ 3 ചെയിൻ ഇട്ട് കൊണ്ടുവരിക. 1 ചെയിൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒഴിവാക്കുക. ഇവിടെ ഈ ഡബിൾ ക്രോഷേൻ്റെ ഉള്ളിൽ ഒഴിവാക്കിയിട്ട് അടുത്ത ഈ ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ ചെയിൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തെടുക്കുക. നമ്മൾ തെറ്റിപ്പോയി. ഇവിടെ ഈ ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തെടുക്കുക. കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ അതേമാതിരി ക്യാപ്പ് കൊടുക്കത്തൊക്കെ 3 ചെയിൻ 4 ചെയിനും കൂടെ കട്ട് ചെയ്ത് വരും. ഇത് വേണ്ട 3 എണ്ണം മതി. 3 ചെയിൻ ഇട്ടിട്ട് അവിടെ അതേമാതിരി ചെയ്തെടുക്കുക. കണ്ടോ? പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കുക. വീണ്ടും 3 ചെയിൻ ഇടുക. ചെയ്തിട്ടുള്ളത് അവിടെ അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ വരും. അപ്പോൾ ഇതേമാതിരി ഇതുവരെ ചെയ്തെടുക്കണം. ഇതുവരെ ചെയ്തെടുക്കുക. ഇതേമാതിരി ഓരോന്നായിട്ട് ഇതുവരെ ചെയ്തെടുക്കുക. ഈ ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ അതുവരെ ചെയ്തെടുക്കുക. അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട് ചെയ്ത് വെച്ചിട്ട്, കണ്ടോ? ഇനി അടുത്ത എന്താ ചെയ്യുക വെച്ചാൽ 3 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഇത് ഒഴിവാക്കുക. എന്നിട്ട് ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക.
പിന്നെ എന്താ ഇവിടെ ഒന്ന് രണ്ട് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അവിടെ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ അത് അതേമാതിരി വരും. കണ്ടോ 3 2 1 എന്നുള്ള നിലയിൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതാ വീണ്ടും ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ച ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി തന്നെ ക്യാപ്പ് 3 ചെയിൻ ഇട്ടിട്ട് ഒരു ക്യാപ്പ് മാതിരി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ വീണ്ടും ഒരു ചെയിൻ ഇടുക. ഇതിനെ ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടേ അതേമാതിരി തന്നെ എവിടെയും ചെയ്തു. അപ്പോൾ ഇവിടെ അത് അതേമാതിരി വരും. 3 എണ്ണം കണ്ട് ആദ്യം 3 എണ്ണം പിന്നെ 2 എണ്ണം 1 അതേമാതിരി ഇവിടെയും വരും. അങ്ങനെ ഈ ഫുള്ളായിട്ട് ഈ റൗണ്ട് ചെയ്തെടുക്കും. ഇവിടെ അത് അതേമാതിരി ഉണ്ടാവും കാണാൻ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ഈ നെക്ക് റൗണ്ട് നെക്ക് ഡിസൈനിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ നെക്കിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് ഈ നെക്ക് കാണാൻ അതേമാതിരി ഉണ്ടാവും.